Good afternoon. Good afternoon. Good afternoon. Good afternoon. Fourth chapter നമ്മൾ തുടങ്ങിയായിരുന്നോ? Community development. ഇല്ല, അത് തുടങ്ങിയാലും എടുക്കാനുള്ളത്. അതെ യൂണിറ്റ് 4 തുടങ്ങാനുണ്ട്. Okay. Good afternoon. Prayer ആരാണ്? Prayer. Nevertheless, hold my hand, Lord. Show me the way. Help me grateful every day. Give me direction on what to do. Lead the way, Lord. I trust in you. Okay. Then thought പറയുന്നത് ആരാ? Okay, I am Chanel. Okay, today's thought is time is slow when you wait. Time is fast when you are late. Time is short when you are happy. Time is endless when you are in pain. Time is a currency. Be careful how you spend it. Okay, thank you. Okay. Thank you. Sign in ചെയ്യാറുണ്ടോ? ആരെങ്കിലും? തൊട്ട് മാത്രമാണോ പറയുന്നത്? Okay. ഈ പീരീഡ് ആരായിരുന്നു മൺഡേ? ഉഷ മിസ് ആണോ? അല്ല, ഇംഗ്ലീഷ് അശ്വതി മിസ്. ആണ്. നമുക്ക് യൂണിറ്റ് 4 തുടങ്ങാം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? വൈജ്ഞാനിക വികസനം. വൈജ്ഞാനിക വികാസം. ഒരു കുട്ടിയിൽ എപ്പോഴാണ് വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത്? നോക്കാം. The capacity of the child to integrate and reflex action according to the stimulus is the beginning of cognitive development. It represents the processing of learning and adjusting to the environment.
അപ്പൊ ഒരു കുട്ടിയുടെ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കപ്പാസിറ്റി വർദ്ധിക്കുന്നത് ഏതൊരു സമയത്താണ്? അതിന്റെ തുടക്കം എന്ന് പറയുന്നത് എപ്പോഴാണ്? Child to integrate her reflex action according to the stimulus. അതായത് ഒരു കാര്യം ഉണ്ടാകും. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? സ്റ്റിമുലസ് ഒരു കുട്ടിയുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, റെസ്പോൺസ് ആണ് സ്റ്റിമുലസ്. ഉത്തേജനം എന്ന് പറയും അല്ലെ. നമ്മളെ തൊടുന്ന സമയത്ത് നമുക്ക് എന്താണ്? ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ടച്ചിങ് നമ്മൾ ഫീൽ ചെയ്യുന്നു. അതായത് ഒരു കുഞ്ഞ് തീ കാണുന്ന സമയത്ത്, തീനെ കാണുന്നു അല്ലെ, തീ കാണുന്ന സമയത്ത് കുഞ്ഞ് എന്ത് ചെയ്യും? അത് തൊട്ട് നോക്കും. കുഞ്ഞിന് അറിയില്ല അല്ലെ. ഞാൻ തൊട്ട് നോക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? കൈ പൊള്ളുന്നു. കൈ പൊള്ളുന്ന സമയത്ത് കുഞ്ഞ് എന്താണ്? കൈ പിൻവലിക്കുന്നു. അവിടെ എന്താ? അവിടെ ഒരു ആക്ഷൻ നടന്നിട്ടുണ്ട് അല്ലെ. കുഞ്ഞിന് അത് ഫീൽ ചെയ്ത് അവന്റെ ബോഡിയിൽ എന്താണ് ചേഞ്ചസ് വരുന്ന സമയത്താണ് കുഞ്ഞത് തിരിച്ചറിയുന്നത്. ഓക്കെ, അപ്പൊ കൈ പിൻവലിക്കുന്നു. അപ്പൊ തൊടുന്ന തീയില് കുഞ്ഞ് കൈ പിൻവലിക്കുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ അല്ലെ. കുഞ്ഞ് തൊട്ടപ്പോ കൈ പൊള്ളിയ സമയത്താണ് കുഞ്ഞിന് ചെയ്തത്? കൈ പിന്നിലേക്ക് വലിച്ചത് അല്ലെ. കൈ പൊള്ളിയെന്ന് കുഞ്ഞിന് എന്താണ് തിരിച്ചറിയാൻ സംഭവിച്ചു. അപ്പൊ കുഞ്ഞ് എന്ത് ചെയ്തു? കൈ പിൻവലിച്ചു. അവിടെ ഒരു സ്റ്റിമുലസ് പ്രവർത്തനം നടന്നുണ്ട്. കുഞ്ഞിന്റെ കൈവിരലിനെ അത് ഉത്തേജിപ്പിച്ചിട്ടുണ്ട് അല്ലെ. ആ ബോഡിയിൽ ഒരു ചേഞ്ച് വരുന്നു. ഓക്കെ, അപ്പൊ ആദ്യം കുഞ്ഞുങ്ങളിൽ എന്താണ് ഇത്തരത്തിലുള്ള ആക്ഷൻസും അതേപോലെ തന്നെ എന്താണ് ബോഡി മൂവ്മെന്റ്സ് ഒക്കെയാണ് ആദ്യത്തേക്ക് രൂപപ്പെടുന്നത്. അവിടെ തന്നെയാണ് എന്ത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, the process of learning and adjusting to the environment. അതായത് അവര് ഒരു പരിസ്ഥിതിയോട് ഇണങ്ങി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഈ പരിസ്ഥിതിയിൽ എന്തൊക്കെയുണ്ടോ അതുമായി അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? കുഞ്ഞ് അതിനോട് എന്താണ് പൊരുത്തപ്പെട്ടു വരുന്നു. അതായത് ഇപ്പൊ തീ പൊള്ളുന്നത് എന്താണ്? കുഞ്ഞ് ആ ഒരു സിറ്റുവേഷന് ആദ്യമായിട്ടാണ് കുഞ്ഞ് കാണുന്നത്, കുഞ്ഞിനത് സംഭവിക്കുന്നത്. കൈ പൊള്ളിയതിനു ശേഷം കുഞ്ഞ് പിൻവലിച്ച സമയത്ത് എന്താണ്? പൊള്ളിയെന്ന് കുഞ്ഞ് മനസ്സിലായി ചിലപ്പോ കരയുമായിരിക്കും. പിന്നെന്താണ്? അപ്പോ കുട്ടി എന്താണ് ആ എൻവയോൺമെന്റുമായി പൊരുത്തപ്പെടുകയാണ്. ഓക്കെ, അല്ലാതെ അവിടെ ആ ഒരു പ്രവർത്തനം അവിടെ കഴിഞ്ഞു അല്ലെ. ആ ഒരു സ്റ്റിമുലസ് ബോഡിയിൽ ഉണ്ടാക്കപ്പെട്ട ആ ഒരു ഉത്തേജനം അവന്റെ ബോഡിയിൽ അല്ലെങ്കിൽ വിരൽത്തുമ്പിൽ എന്താണ് പ്രവർത്തനം നടന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു 6 മാസം ആവുന്ന സമയത്ത് around 6 months age, children achieve the capacity to focus their eyes on interesting objects in their environment. ഇനി ഒരു 6 മാസം ആവുന്ന സമയത്ത് കുട്ടികൾ എന്താ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്? children achieve the capacity to focus their eyes. അതായത് കുട്ടികള് അവരുടെ കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതായത് അവർക്ക് ഇഷ്ടമുള്ള ഒബ്ജക്ട്സിലെ ഇൻട്രസ്റ്റിംഗ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രസകരമായിട്ടുള്ള ഒബ്ജക്ട്സുകളില് അല്ലെങ്കിൽ അവർക്ക് താല്പര്യം തോന്നുന്ന ഒബ്ജക്ട്സുകൾ എന്താണ്? അവർ കണ്ണുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ 6 മാസം പ്രായമുള്ള കുട്ടികള് ഫാനൊക്കെ കറങ്ങുന്നത് ഇങ്ങനെ നോക്കി കിടക്കുന്നു അല്ലെ. ഫാൻ കറങ്ങുന്ന ഫാനിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയ പിക്ചേഴ്സില് എന്ന് വെച്ചാൽ നല്ല കളേഴ്സിലായിരിക്കും അല്ലെ, നല്ല കോൺട്രാസ്റ്റ് കളറുകളൊക്കെ ആണെങ്കിലും എന്താണ് ആ പിക്ചർ കുഞ്ഞ് നന്നായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കണ്ണുകൊണ്ടിരിക്കുന്ന എന്തെയും ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നുണ്ട്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കുഞ്ഞിന് സംഭവിക്കുന്നുണ്ട് അല്ലെ. വൈജ്ഞാനികമായിട്ട് കുഞ്ഞ് അവിടെ വികസിച്ചു വരികയാണ്. ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാനായിട്ട് കുഞ്ഞ് പഠിക്കുന്നു. Capacity to focus their eyes on interesting objects in their environment. അവന് ചുറ്റുമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വസ്തുക്കളെ അവൻ തന്റെ കണ്ണുകൾ കൊണ്ട് നിരീക്ഷിക്കുന്നത്. കണ്ണുകൾ കൊണ്ട് എന്താണ് ഫോക്കസ് ചെയ്യാൻ ആരംഭിക്കുന്നുണ്ട്. എന്ത് സംഭവിക്കുന്നു? വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നു. ഓക്കെ, then they even follow the movement of the object with their eyes. പിന്നെന്താണ് കുട്ടികൾ ചെയ്യുന്നത്? അവർക്ക് ഇഷ്ടമുള്ള വസ്തുക്കളെ ഒബ്ജക്റ്റിനെ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, കണ്ടുകൊണ്ട് ഫോക്കസ് ചെയ്യണം. അതിനുശേഷം എന്താണ്? they even follow the movement of the object with their eyes. ആ ഒബ്ജക്റ്റുള്ള എന്ത് വസ്തുവാണോ അതിന്റെ മൂവ്മെന്റ് അവന്റെ കണ്ണുകൾ കൊണ്ട് അവൻ എന്താണ് അത് പിന്തുടരുകയാണ് അല്ലെ. കണ്ണുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ആദ്യം എന്ത് തന്നെ കോഗ്നിറ്റീവ് പ്രോസസ്സിലേക്ക് കടന്നു ചെല്ലുന്നത്. കണ്ണുകൊണ്ട് ഒരു വസ്തുവിനെ കാണുന്നു, അതിന്റെ മൂവ്മെന്റ് എന്താണ് വളരെയധികം നിരീക്ഷിക്കുകയാണ് കുഞ്ഞ്. കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലും കുഞ്ഞിനെ ചലിപ്പിക്കാൻ കഴിയുന്നു.
അവിടേക്ക് എന്ത് നടക്കുന്നുണ്ട്? വൈജ്ഞാനികമായിട്ടുള്ള വികാസം നടക്കുന്നുണ്ട്. ഓക്കെ. Yes. When children hear the word elephant, a mental picture the most children get is of a giant animal with a long trunk and big ears. അപ്പൊ കുട്ടികള് ഈ സമയത്ത് എന്താണ്, ആന എന്നൊരു വാക്ക് കേൾക്കുന്ന സമയത്ത്, എലിഫന്റ് എന്നൊരു വാക്ക് കേൾക്കുന്ന സമയത്ത് കുട്ടികൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ആനേനെ കുഞ്ഞ് ആദ്യം കണ്ടിട്ടുണ്ട് അല്ലെ, ആദ്യം കണ്ടത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അല്ലെ, പിക്ചറൊക്കെ കണ്ട് നമ്മള് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതാണ് ആന. ആനയ്ക്ക് 4 കാലുണ്ട്, തുമ്പിക്കൈയുണ്ട്, വലിയ വലിയ ചെവിയുണ്ട്, ചൂല് പോലൊരു വാലുണ്ട്. അങ്ങനെ നമ്മളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു സമയത്ത് എലിഫന്റ് എന്നൊരു വാക്ക് ഉച്ചരിക്കുന്ന സമയത്ത് കുഞ്ഞിന് എന്താ സംഭവിക്കുന്നത്? അവന്റെ ഒരു മനസ്സില് മെന്റൽ പിക്ചർ രൂപപ്പെടുകയാണ് അല്ലെ, മനസ്സിലൊരു ആനയെ കുറിച്ചിട്ടുള്ള ചിത്രം രൂപപ്പെടുന്നു. അപ്പൊ കുഞ്ഞ് എങ്ങനെയായിരിക്കും അത് ചിത്രീകരിക്കുന്നത് മനസ്സില്? അതൊരു ഭീമാകാരനായ ഒരു മൃഗമാണെന്ന് കുഞ്ഞിനാ വലിയൊരു ആനയുടെ ചിത്രമാണ് കുഞ്ഞ് മനസ്സിൽ കൊണ്ടുവരുന്നത്. വളരെ നീണ്ട തുമ്പിക്കൈയ്യ്, ബിഗ് ഇയേഴ്സ്, അതായത് വലിയ ചെവികളുള്ള ഒരു ആനയുടെ ചിത്രം കുഞ്ഞിനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അവിടെ എന്താണ് നടക്കുന്നത്? വൈജ്ഞാനികമായിട്ട് കുഞ്ഞ് വൈജ്ഞാനികമായി മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് അല്ലെ. ആ മെന്റൽ പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. ആ മെന്റൽ പിക്ചർ എലിഫന്റ് എന്ന് പറയുന്ന സമയത്ത് ആ പിക്ചർ കുഞ്ഞിന് മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുവെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ വൈജ്ഞാനിക വികസനം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടിക്ക് ആ ഒരു പിക്ചർ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. യെസ്, ക്ലിയർ ആണോ അവിടെ വരെയും പറഞ്ഞത്? അതെ. Yes, miss. They learn about all things they see around them. They continuously manipulate, experiment, try out, explore, discover and learn about objects and people surrounding them. കുട്ടികൾ എന്താണ്? അവരുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളെയും അവരുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും തന്നെ അവരുടെ ചുറ്റുപാടിൽ നിന്ന് കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട് അല്ലെ. അവര് നമ്മുടെ ചുറ്റുപാട് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ്ലി മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അതായത് മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുക. യെസ്, അതായത് അവരുടെ ചുറ്റുപാട് എന്താണെന്ന് അവരൊന്ന് നോക്കിക്കാണും അല്ലെ. പിന്നെ അതിൽ എന്തൊക്കെ എക്സ്പീരിയൻസ്, എന്തൊക്കെ പരീക്ഷണം ചെയ്യാൻ സാധിക്കും. ഒരു മാനസികമായിട്ട് ചിന്തിക്കുന്ന ചിന്താഗതികളാണ് പറയുന്നത് കേട്ടോ. ട്രൈ ഔട്ട്, അതെങ്ങനെ അത് ട്രൈ ചെയ്യാനായിട്ട് ആ പരിസ്ഥിതി എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ, അതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ, ഡിസ്കവർ കണ്ടെത്താൻ, ആൻഡ് ലേൺ അബൌട്ട് ഒബ്ജക്ട്സ് ആൻഡ് പീപ്പിൾ സറൗണ്ടിങ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താ പറയുന്നത്? കുട്ടികൾ അവരുടെ ചുറ്റുപാടിൽ അവരുടെ സറൗണ്ടിങ്സ് എന്താണ് അവർക്ക് നല്ല രീതിയിൽ തന്നെ നോക്കിക്കാണുന്നുണ്ട്. ഓക്കെ. യെസ്. അത് മാത്രമല്ല, അത് കണ്ടിന്യൂസ്ലി എന്താണ് അവർക്ക് പിന്നീട് അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കുട്ടികളെ രൂപപ്പെടുന്നു. അത് ഒരു ഒബ്ജക്റ്റിൽ മാത്രമല്ല, ഒരു വസ്തുക്കളിൽ മാത്രമല്ല അത് ഒതുങ്ങുന്നത്. പിന്നെ എന്തിലൊക്കെയാണ്? പീപ്പിൾ സറൗണ്ടിങ് ദം. തുടർച്ചയായിട്ട് കുട്ടികള് ഈ ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ മാത്രമല്ല നോക്കി കാണുന്നത്, മാത്രമല്ല ചുറ്റുള്ള വസ്തുക്കളെ മാത്രമല്ല ആളുകളെയും കുറിച്ചിട്ട് കുട്ടികൾ അല്ലെ, പീപ്പിൾസിനെയും കുറിച്ചിട്ട് കുട്ടികള് പഠിക്കാൻ, അവരുടെ കാര്യങ്ങൾ, അവർ കാണിക്കുന്ന ബിഹേവിയേഴ്സ് ഒക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് കുട്ടികൾ ആരംഭിക്കുന്നത് ഏതൊരു ഘട്ടത്തിലാണ്? അവരില് വൈജ്ഞാനികമായിട്ടുള്ള വികാസം സംഭവിക്കുന്ന സമയത്താണ് കുട്ടികൾ ഇത്തരത്തിലുള്ള ആ ഒരു രീതി രൂപപ്പെടുന്നത്. ഓക്കെ. അതിൽ തന്നെ എന്തൊക്കെയാണ്? ഒരു പ്രവർത്തനം, ഇപ്പൊ കൈ പൊള്ളുന്നു എന്നൊരു പ്രവർത്തനം ഉണ്ടായിക്കഴിയുമ്പോൾ അത് പൊള്ളുന്ന ഒരു പ്രവൃത്തിയാണെന്ന് കുഞ്ഞു തിരിച്ചറിയുന്നത്, അതിൽ നിന്ന് പിൻവാങ്ങുന്നത് എപ്പോഴാണ്? ആ ഒരു റിഫ്ലക്സ് പ്രവർത്തനം കുട്ടിയിൽ നടക്കുന്ന സമയത്താണ്. അവിടെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആരംഭിക്കുന്നത്. കുട്ടി തന്റെ ശരീരത്തിൽ നടക്കുന്ന ചേഞ്ചസ് മനസ്സിലാക്കി തുടങ്ങി. പിന്നീട് എന്താണ്? ഏജ്, പിന്നെ അതുപോലെ തന്നെ എൻവയോൺമെന്റിനോട് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നത്. പിന്നെ
നെക്സ്റ്റ് ഒബ്ജക്ട്സുകൾ, ഓരോ ഒബ്ജക്ട്സുകളും അവര് കണ്ണുകൊണ്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. ഇഷ്ടമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ അവര് കണ്ണുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അതിനെ കണ്ണുകൊണ്ട് തന്നെ എന്താണ് പിന്തുടരാനും അവർ ശ്രമിക്കും. പിന്നെ ഒരു മെന്റൽ പിക്ചർ രൂപപ്പെടുന്നു. എങ്ങനെയാണ്? ഇപ്പൊ ഒരു പേര് പറഞ്ഞാൽ പൂച്ച എന്നൊരു പേര് പറഞ്ഞാൽ പൂച്ചയെ കുറിച്ചുള്ള രൂപങ്ങൾ, എലിഫന്റ് എന്ന രൂപം പറഞ്ഞാൽ എലിഫന്റിനെ കുറിച്ചുള്ള മെന്റൽ പിക്ചർ പിന്നില് രൂപപ്പെടാനായിട്ട് സഹായിക്കുന്നത് എപ്പോഴാണ്? അവരില് വൈജ്ഞാനിക വികാസം സംഭവിക്കുന്ന സമയത്താണ്. ദെൻ അവരുടെ ചുറ്റുമുള്ള പ്രകൃതിയെയും അല്ലെങ്കിൽ എൻവയോൺമെന്റിനെയും തന്നെ ചുറ്റുമുള്ള ആളുകളെയും ഒരേപോലെ തന്നെ എന്താണ് അവൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്നും പഠിക്കുന്നുണ്ട്, അവരെ കുറിച്ച് ലേൺ ചെയ്യുന്നുണ്ട്. ഒബ്ജക്ട്സിനെ കുറിച്ചും മനുഷ്യരെ കുറിച്ചും ചുറ്റുമുള്ള ആളുകളെ കുറിച്ചും കുട്ടികള് ലേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. Okay. Yes. As cognitive development proceeds and children's thinking ability, their vocabulary also increase to include comparative terms such as big, small, tall, short. They also include spatial terms such as above and below, near and far in their speech. The language children use clearly reflects the level of their cognitive development. Children in the 3 to 6 years age group talk and understand about things that they touch, see, hear, or experience through their sense. They cannot understand or talk about abstract things such as honesty. ഈ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സ് എങ്ങനെയാണ് കുട്ടികളിൽ പ്രൊസീഡ് ചെയ്യപ്പെടുന്നത്? വൈജ്ഞാനിക വികാസം കുട്ടികൾ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു? As cognitive development proceeds and children thinking ability, ഈ ഒരു സമയത്താണ് വൈജ്ഞാനിക വികാസം ഉണ്ടാകുന്ന സമയത്താണ് കുട്ടികൾ എന്തൊക്കെ രൂപപ്പെടുന്നത്? തിങ്കിങ് എബിലിറ്റി രൂപപ്പെടുന്നു. തിങ്കിങ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? തിങ്കിങ് എബിലിറ്റി ചിന്തിക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവുകൾ രൂപപ്പെടുന്നു. Then their vocabulary also increases. എന്താണ് പിന്നീട് രൂപപ്പെടുന്നത്? എന്താണ് vocabulary? എന്താണ് vocabulary? സംസാരം, പദങ്ങൾ, വേർഡ്സുകൾ ഉപയോഗിച്ചിട്ട് അവർ സംസാരിക്കാൻ ആരംഭിക്കുന്നത് ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. ഏത് സമയത്ത്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് വികസിക്കപ്പെടുന്നു, ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. കമ്പാരിറ്റീവ് ടേംസ് such as big, small, tall, short. ആ ഒരു സമയത്താണ് കുട്ടികള് കമ്പാരിറ്റീവ് ടേംസുകള്, കമ്പാരിറ്റീവ് ചെയ്ത വേർഡുമായി കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്ന വേർഡ്സുകൾ കുട്ടികൾ പഠിക്കുന്നു. ഇപ്പൊ ബിഗ്, ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്മോള്, ടോള്, ഷോർട്ട്, അങ്ങനെയുള്ള വാക്കുകൾ കുട്ടി തിരിച്ചറിയാനായിട്ട് ആരംഭിക്കുന്നു. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം, പഠിച്ചിട്ടുള്ളവർ അണ്ടർലൈൻ ചെയ്യാം. Thinking ability, children's thinking ability, their vocabulary also increases to include comparative terms such as big, small, tall, short. അത്തരത്തിലുള്ള വാക്കുകൾ കുട്ടികൾ എന്താണ് അത് പറയാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് കുട്ടികൾ ആരംഭിക്കുന്നു. വലുതേതാണ്, ചെറുതേതാണ്, പൊക്കമുള്ളത് ഏതാണ്, പൊക്കം കുറഞ്ഞത് ഏതാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുട്ടികൾ മനസ്സിലാക്കുന്നു. Then they also include spatial terms such as above and below, near, far in their speech. ഇനി ഇത് മാത്രമല്ല, ഇപ്പൊ കമ്പാരിറ്റീവ് ടേംസ് മാത്രമല്ല കുട്ടികൾ ഉപയോഗിക്കുന്നത്,
സ്പേഷ്യൽ ടേംസ് കൂടി അവിടെ ഉപയോഗിക്കുന്നത്. സ്പേഷ്യൽ ടേംസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? എബവ് എന്താണ്? എബവ് മുകളിൽ. മുകളിൽ. then below താഴെ. അല്ലെ? അതായത് ഇപ്പൊ പാവ മുകളിലാണ് അല്ലെ, കുഞ്ഞിന് ആ വാക്കുകൾ അറിയാൻ സാധിക്കുന്നു. മുകളിലാണ് താഴെയാണെന്നൊക്കെ കുഞ്ഞ് തിരിച്ചറിഞ്ഞു കൊടുക്കുന്നു അല്ലെ. ഇപ്പൊ പാവ താഴെ ഇരിക്കുന്ന മുകളിൽ ഇരിക്കുന്ന പാവനെ നമ്മൾ ചൂണ്ടിക്കാണിക്കും കുഞ്ഞ് അല്ലെ. ചൂണ്ടിക്കാണിക്കുമ്പോൾ കുഞ്ഞിന് മനസ്സിലായിട്ടാണ് കുഞ്ഞുങ്ങളിലേക്ക് കൈകൊണ്ട് കാണിക്കുന്നതിൽ പറയുന്നത് അല്ലെ. ഇത് മുകളിലാണെന്നുള്ള ആ ഒരു ഫോക്കസ് കുഞ്ഞിന് ആ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കുഞ്ഞിൽ സംഭവിക്കുന്നുണ്ട്. കുഞ്ഞ് തിരിച്ചറിയണം അത് മുകളിലാണ് എനിക്ക് പാവ ഇരിക്കുന്നത്. പാവ താഴെ വീണ് കഴിഞ്ഞ് താഴേക്ക് നോക്കുന്നു, അവിടേക്ക് എന്താണ്? താഴെയാണ് പാവ എന്ന് കുഞ്ഞ് തിരിച്ചറിയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താണ്? നിയർ ആൻഡ് ഫാർ ഇൻ ദിയർ സ്പീച്ച്. ഇനി അവരുടെ സംസാരത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നു? നിയർ അല്ലെങ്കിൽ ഫാർ, ദൂരെ, അകലെ, അടുത്ത്, വലുത്, ചെറുത്, താഴെ, മുകളിൽ എന്ന രീതിയിൽ കുട്ടികൾ അവരുടെ സ്പീച്ചിൽ ഇത്തരത്തിലുള്ള വൊക്കാബുലറീസ് ഉണ്ട്, ഇത്തരത്തിലുള്ള സ്പേഷ്യൽ ടേംസുകൾ കുട്ടികൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. The language children use clearly reflects the level of their cognitive development. കുട്ടികളില് യൂസ് ഓഫ് ലാംഗ്വേജ് ക്ലിയർ ആവുന്നത് ഏതൊരു സമയത്താണ്? ക്ലിയർലി റിഫ്ലക്ട് ചെയ്യുന്നത് ഏതൊരു ലെവലിലാണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്താണ്. കുട്ടികളില് വൈജ്ഞാനിക വികാസം ഉണ്ടാകുന്ന സമയത്താണ് അവരുടെ ലാംഗ്വേജസ് ക്ലിയർ ആയിട്ട് റിഫ്ലക്ട് ചെയ്യാൻ ആരംഭിക്കുന്നത്. ഓക്കെ. Then children in the 3 to 6 year age group talk and understand about things that they touch, see, hear or experience through their senses. ഇനി ഒരു 3-6 വയസ്സാവുന്ന സമയത്ത് കുട്ടികൾ എന്തായിരിക്കും ചെയ്യുന്നത്? അവര് ഗ്രൂപ്പായിട്ട് ചുറ്റുപാടുള്ളവർ എന്താണ് സംസാരിക്കുന്നതിനും സംസാരം പറയുന്നത് മനസ്സിലാകുന്ന തിങ്സ് ഒക്കെ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് കുട്ടികൾക്ക് തിരിച്ചറിയുന്ന ഒരു പ്രായമാണെന്ന് 3 to 6 years എന്ന് പറയുന്നത് അല്ലെ. തൊടുന്നതും ടച്ച് ചെയ്യുന്നതും കാണുന്നതും പിന്നെന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതൊക്കെ എന്താണ്? എന്തുകൊണ്ടാണ് അവർ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? 3 to 6 yearsൽ അവരുടെ സെൻസ് വെച്ചിട്ടാണ്, സെൻസ് ഓർഗൻസ് വെച്ചിട്ടാണ്. ഏതൊക്കെയാണ് സെൻസ് ഓർഗൻസ്? നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ്? 5 സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ്? Skin, Nose, ears, tongue, skin. ഒന്നും ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറഞ്ഞേ. Eyes, ear, nose, tongue, skin. ഓക്കെ. അപ്പൊ ഈ ഒരു കാറ്റഗറിയിലെ കുട്ടികള് ആ ഒരു സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവരിൽ ഉണ്ടാവുന്ന റിഫ്ലെക്സ് പ്രവർത്തനങ്ങളെ കുട്ടികള് തിരിച്ചറിയുന്നത്. ഓക്കെ. ടച്ച്, സീ, ഹിയർ ആണോ? ഹിയർ ആണ്. ഹിയർ ആണ്. ഹിയർ എന്നാണ് തിരുത്തണേ. ഓക്കെ. They cannot understand or talk about abstract things such as honesty. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു സെൻസ് ഓർഗൻസ് കൊണ്ടുള്ള ആ ഒരു മൂവ്മെന്റ്സും ഫീലിങ്സ് ഒക്കെയാണ് കുട്ടികൾക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് എന്തറിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്? അതായത് അമൂർത്തമായിട്ടുള്ള കാര്യങ്ങൾ, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള തിങ്കിങ് അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിപൂർവമായിട്ടുള്ള തിങ്സിനെ കുറിച്ച് ചിന്തിക്കാനോ സംസാരിക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാനൊന്നും അത്തരം ചിന്താഗതികളൊന്നും ഈ ഒരു സമയത്ത് അവിടെ രൂപപ്പെടുന്നില്ല. അബ്സ്ട്രാക്ട് തിങ്കിങ് ഒന്നും അവിടെ രൂപപ്പെടുന്നില്ല. അതായത് എന്താണ് സത്യസന്ധത പോലുള്ള വികാരങ്ങളൊന്നും എന്താണ് ആ കുട്ടികളിലെ ഈ ഒരു കാലത്ത് ഓണസ്റ്റി എന്താണ് സത്യസന്ധത അല്ലെ ആ ഒരു വികാരങ്ങളൊന്നും തന്നെ എന്താണ് ഈ ഒരു കാറ്റഗറിയില് ഈ ഒരു സമയത്ത് രൂപപ്പെടുന്നില്ല. നടക്കുന്നില്ല. ഓക്കെ പറഞ്ഞോ. അതെ സെൻസ് ഓർഗനൈസില് തങ്ക് പെടൂലേ നാക്ക് അപ്പൊ ടേസ്റ്റിന്റെ കാര്യം അറിയാനായിട്ട് ടേസ്റ്റ് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താ പറയുന്നത്? They cannot understand or talk
about abstract things such as honesty. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സത്യസന്ധ എന്ന ഒരു വികാരം ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഏജ് കാറ്റഗറിയിലെ കുട്ടികൾ എന്താണ് നമുക്ക് അങ്ങനെ സത്യസന്ധമായിട്ട് വളരെയധികം ചെയ്ത കാര്യം സത്യസന്ധമായിട്ടൊക്കെ ചെയ്ത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും കുട്ടികൾ ആ ഒരു രീതിയിൽ കാണിക്കില്ല അല്ലെ. അതുപോലെ തന്നെ എന്താണ് വളരെ നല്ല അബ്സ്ട്രാക്ട് വളരെ ബുദ്ധിപരമായി ചിന്തിച്ച് സംസാരിക്കാനൊക്കെ കുട്ടികൾക്ക് ആ ഒരു കാലഘട്ടത്തിൽ സാധിക്കുമോ? 3 to 6 ഇയേഴ്സിലൊക്കെ ഇല്ല അല്ലേ. അവിടെ ശരിക്കും പറഞ്ഞ എന്താ അവിടെ വൈജ്ഞാനിക വികാസം വളർന്നു വരുന്നതേ ഉള്ളൂ അല്ലെ. വൈജ്ഞാനികമായിട്ട് കുഞ്ഞുങ്ങൾ ചിന്തിക്കാൻ ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ അവിടെ ഏതിനാണ് പ്രധാനമാണ്? സെൻസ് ഓർഗൻസിനാണ് പ്രധാനം. സെൻസ് ഓർഗൻസ് കൊണ്ടാണ് കുട്ടി പല കാര്യങ്ങളും നോക്കിക്കാണുന്നത്, പലതും തിരിച്ചറിയുന്നത്. ഓക്കെ, അവിടെ എന്താണ് അബ്സ്ട്രാക്ട് തിങ്കിങ് ഒരിക്കലും അവിടെ നടക്കുന്നില്ല. അതുപോലെ തന്നെ എന്താണ് സത്യസന്ധത പോലുള്ള അമൂർത്തമായിട്ടുള്ള വികാരങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനോ അത് സംസാരിക്കാനോ കുട്ടികൾക്ക് ആ ഒരു സമയത്ത് കഴിയുന്നില്ല. ഇതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ഈ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നോക്കാം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് പ്രധാനമായിട്ട് 3 സ്റ്റേജസ് ആണുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. What are the 3 stages of cognitive development? എന്തൊക്കെയാണ്? Enactive stage, iconic stage and symbolic stage. ഈ 3 ഘട്ടത്തിലൂടെയാണ് എല്ലാ കുട്ടികളിലും വൈജ്ഞാനിക വികാസം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ആദ്യത്തെ ഓരോ സ്റ്റേജുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്ന സ്റ്റേജ് ഏതാണ്? എനാക്റ്റീവ് സ്റ്റേജ്. എനാക്റ്റീവ് സ്റ്റേജ്. എനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ അതിനെ പ്രവർത്തന ഘട്ടം എന്ന് പറയും. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, പ്രവർത്തന ഘട്ടം. എനാക്റ്റീവ് സ്റ്റേജ്, പ്രവർത്തന ഘട്ടം. അതിനു മുമ്പ് ടീച്ചർ പറയുന്ന ഒരു ഡെഫിനേഷൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണേ. കേൾക്കുന്നുണ്ടോ പറയുന്നേ? പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ആ സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ഒരു ഡെഫിനേഷൻ ഇവിടെ പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്യാ പറയുന്നത് കേട്ടോ. അക്കോർഡിംഗ് ടു according to Jerome, Jerome, Jerome S. Bruner, Jerome എഴുതാം, S. Bruner, B-R-U-N-E-R, Jerome S. Bruner. അദ്ദേഹത്തിന്റെ പേരാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഫാദർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരാണെന്ത്? ജെറോം എസ് ബ്രൂണർ. നോട്ട് ചെയ്തോ? Yes. According to Jerome S. Bruner, once, O-N-E-S, once, O-N-E apostrophe S ആണ് കേട്ടോ. Once intellectual ability, intellectual ability, intellectual ടെക്സ്റ്റിൽ കേൾപ്പുണ്ട്. I-N-T-L-L-E-C-T-U-A-L, intellectual ability. Intellectual ability evolves, E-V-O-L-V-E-S, E-V-O-L-V-E-S, evolves,
as a result of, as a result of, as a result of, as a result of maturation, maturation, M-A-T-U-R-A-T-A-O-N, maturation, M-A-T-U-R-A-T-I-O-N, maturation, comma, training, training, T-R-A-I-N-I-N-G, training, and experiences, training and experiences, training and experiences, through T-H-R-O-U-G-H, T-H-R-O-U-G-H, through a series of, a series of, a series, S-A-R-I-E-S, a series of, a series of three sequential stages, three sequential, S-E-Q-U-E-N-T-I-A-L, sequential stages, S-T-A-G-E-S, stages. ഒന്നുകൂടി പറയാം. According to Jerome S. Bruner, one's intellectual ability evolves as a result of maturation, training, and experiences through a series of three sequential stages. എഴുതിയിട്ടുണ്ടോ? Yes, yes. Yes. അപ്പൊ ബ്രൂണർ എന്താ പറയുന്നത്? ബ്രൂണർ എന്നാണ് അദ്ദേഹത്തിന് ഷോർട്ടായി പറയുന്നത് കേട്ടോ. അദ്ദേഹം എന്താ പറയുന്നത്? ഒരാളുടെ ഭൗതിക വികാസം എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്? പക്വത കൈവരിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെ, അല്ലെങ്കിൽ പരിശീലനം ലഭിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ, ഈ മൂന്ന് സ്റ്റേജിലൂടെയാണ് ഒരാളിൽ എന്തുണ്ടാകുന്നത്? കോഗ്നിറ്റീവ് വികാസം അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസം ഉണ്ടാകുന്നത് എന്നാണ് ജെറോം എസ് ബ്രൂണർ അഭിപ്രായപ്പെടുന്നത്. ഒരാളുടെ ഭൗതിക വികാസം എങ്ങനെ രൂപപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്? പക്വത കൈവരിക്കുന്നതിലൂടെ, പരിശീലനത്തിലൂടെ, അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ. ഈ മൂന്ന് സ്റ്റേജസിൽ കൂടിയാണ് ഒരു കുട്ടിയിൽ എന്തുണ്ടാകുന്നത്? വൈജ്ഞാനികമായിട്ടുള്ള വികാസം സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ മൂന്ന് സ്റ്റേജ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? ഒന്ന് അനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. ഈ മൂന്ന് സ്റ്റേജിലൂടെയാണ് ഒരു കുട്ടിയില് വൈജ്ഞാനികമായ വികാസം സംഭവിക്കുന്നത്. ഓരോ സ്റ്റേജും എന്താണെന്ന് നോക്കാം. ആ മൂന്ന് സ്റ്റേജ് ഒന്ന് വെറുതെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. മൂന്ന് സ്റ്റേജ്
ഓക്കെ, വായിച്ചോ. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എന്താണ്? ഇനാക്റ്റീവ് സ്റ്റേജ് അഥവാ പ്രവർത്തന ഘട്ടം. This stage is characterized by the child description of things and events in terms of suitable motor responses, activities. In this stage, the child known as the world only through the medium of operation, not through the words or images. For example, infant understands his environment by touching, biting and grasping. ഒന്നാമത്തെ ഘട്ടം അഥവാ പ്രവർത്തന ഘട്ടം പറയുന്നത് എന്താണ്? The stage is characterized by the child description of things. അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെ അടിസ്ഥാനത്തില് കുട്ടിയുടെ സംഭവങ്ങൾ വിവരിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷന്റെ ഘട്ടമാണിത്. എന്നാൽ ഈ ഘട്ടത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? കുട്ടി ലോകത്തെ അറിയുന്നത് എന്തിലൂടെയാണ്? വാക്കിലൂടെയോ ചിത്രങ്ങളിലൂടെയോ ആണോ കുട്ടി ആദ്യം ലോകത്തെ അറിയുന്നത്? അല്ല, അല്ലെ? അതായത് വേർഡ്സിലൂടെയോ ഇമാജിലൂടെയോ അല്ല കുട്ടി ആദ്യം തിരിച്ചറിയുന്നത്. എന്തിലൂടെയാണ്? അവര് പ്രവർത്തന മാധ്യമത്തിലൂടെ മാത്രമാണ്. പ്രവർത്തന മാധ്യമം എന്ന് പറഞ്ഞ എന്താണ്? എക്സാമ്പിൾ പറയുന്നത് എന്താണ്? Infant understand his environment by touching, biting and grasping. ഒരു കുഞ്ഞ് അവന്റെ എൻവയോൺമെന്റ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? കുഞ്ഞ് മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ്? എന്താ പറയുന്നത്? എന്താണ്? ടച്ചിങ്, ബൈറ്റിംഗ് ആൻഡ് ഗ്രാസ്പിംഗ്. എന്താണ്? തൊടുന്നതിലൂടെ. ബൈറ്റിംഗ് എന്താണ്? കടിക്കുന്നതിലൂടെയും. പിന്നെ എന്താണ്? ഗ്രാസ്പിംഗ് എന്താ? കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന. കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, അല്ലെ? അങ്ങനെ തൊട്ടും കണ്ടും അറിഞ്ഞുമാണ് കുഞ്ഞ് എന്താണ് ടച്ച് ചെയ്ത്. മെയിൻലി എന്താണ്? ഫീലിങ്സിലൂടെ തൊട്ടറിഞ്ഞാണ് കുഞ്ഞ് ആദ്യത്തെ ഘട്ടത്തില് അവന്റെ എൻവയോൺമെന്റിനെ അവൻ പരിചയപ്പെടുന്നത്. ഓക്കെ, അതാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, പ്രവർത്തന ഘട്ടം അഥവാ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ മോട്ടോർ ആക്ടിവിറ്റീസിൽ മാത്രമാണ് ഓരോ റെസ്പോൺസ് മാത്രമാണ് കുട്ടികൾ ഉണ്ടാവുന്നത്. അവിടെ മീഡിയം ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അവിടെ ലാംഗ്വേജിനല്ല പ്രസക്തി, അല്ലെ? വേർഡ്സും ഇല്ല, ഇമാജസും ഇല്ല. അവിടെ എന്താണ്? ടച്ച് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്നതിലൂടെ ഗ്രാസ്പ് ചെയ്യുന്നതിലൂടെയാണ് അവന്റെ എൻവയോൺമെന്റിനെ കുറിച്ച് ആദ്യ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതാണ് ഏത് ഘട്ടം? ഇനാക്റ്റീവ് സ്റ്റേജ്. ഏത് ഘട്ടമാണ്? ഇനാക്റ്റീവ് സ്റ്റേജ്. സ്റ്റേജ് അഥവാ പ്രവർത്തന ഘട്ടം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ തിയറിയിൽ ആദ്യത്തെ സീക്വൻസ് സ്റ്റേജ് എന്ന് പറയുന്നത് ആദ്യത്തെ സീക്വൻസ് സ്റ്റേജ് ആണ് ഇനാക്റ്റീവ് സ്റ്റേജ് അഥവാ പ്രവർത്തന ഘട്ടം. ഇനി അദ്ദേഹത്തിന്റെ തിയറിയിലെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഏതാണ്? ഐക്കോണിക് സ്റ്റേജ്. ഐക്കോണിക് സ്റ്റേജ് അഥവാ ബിംബന ഘട്ടം. ഐക്കോണിക് സ്റ്റേജ് അഥവാ വലിയൊരു തിയറിയാണ് കേട്ടത്. ഐക്കോണിക് സ്റ്റേജ് അഥവാ ബിംബന ഘട്ടം. നോട്ട് ചെയ്യാം. ബിംബന ഘട്ടം. ഓക്കെ, ഒരാൾ വായിക്കാമോ? ഐക്കോണിക് സ്റ്റേജ് ഒന്ന് വായിച്ചേ. Iconic stage. This stage is characterized by the child's description of things and events in terms of audio-visual images or mental pictures. In this stage, information is gained by imaginary and the child is prisoner of his affective world. Okay. Yes, this stage is characterized by child description of things and events in terms of audio-visual images or mental picture. In this stage, information is gained by imagery and child is a prisoner of this affective world. അതായത് ഐക്കോണിക് ഘട്ടത്തില്, അതായത് ഈ ഘട്ടത്തില് എന്റെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? അതായത് കുട്ടി ഇമേജുകളിൽ കൂടി അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽസിൽ കൂടിയാണ് കുട്ടി അറിവ് നേടുന്നത്. ചിത്രത്തിലൂടെ അല്ലെങ്കിൽ ഓഡിയോ
ഓഡിയോ വിഷ്വൽസിലൂടെയാണ് കുട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഓഡിയോ വിഷ്വൽ ഇമാജിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി എന്ത് നേടുന്നത്? കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാം. ദിസ് സ്റ്റേജ് ഇൻഫർമേഷൻ കുട്ടി മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ബൈ ഇമാജിനറി ആൻഡ് the child is a prisoner of his effective word. അങ്ങനെ എന്താണ് effective word എന്ന് പറഞ്ഞാൽ prisoner of his effective word എന്ന് പറഞ്ഞാൽ എന്താ? affective word എന്ന് പറഞ്ഞാൽ എന്താണ്? prisoner of his affective word. തന്നെ ലോകത്തില് താൻ തന്നെയാണ് ഏറ്റവും വലുതെന്നുള്ള തോന്നലൊക്കെ രൂപപ്പെടുന്നത് ഏതൊരു സമയത്താണ്? ഐക്കോണിക് സ്റ്റേജസിലാണ്. ഓക്കെ, ഐക്കോണിക് സ്റ്റേജസിലാണ് താൻ തന്നെ എന്തായിട്ട് തോന്നുന്നത്? അവന്റെ സ്വാധീന ലോകത്തിന്റെ തടവുകാരനാണ്. അവന്റെ സ്വന്തം ലോകത്ത് അവനാണ് ഏറ്റവും അഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് സ്വയം തോന്നുന്ന ഒരു കാലഘട്ടമാണത് ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ഏത് ഘട്ടത്തിലൂടെയാണ്, ഏത് സോഴ്സിലൂടെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്? ഇമാജസിലൂടെ, അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ ഇമാജസിലോ മെന്റൽ പിക്ചേഴ്സ് വഴിയാണ് കുട്ടി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യപ്പെടുന്നത്. അതാണ് ഈ തിയറിയുടെ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് തിയറിയുടെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഘട്ടം എന്താണ്? സിംബോളിക് സ്റ്റേജ്. മൂന്നാമത്തെ ഘട്ടം സിംബോളിക് സ്റ്റേജ്. വീഡിയോ ഓഫ് ആണോ? വീഡിയോ ഓഫ് ചെയ്തതാണ്. ഓക്കെ. ഹായ് അഞ്ജിത, ക്യാമറ ഓൺ ചെയ്തിട്ട് പോയിക്കളന്നല്ലോ. അഞ്ജിത എന്താണ് പോയത്? അത് ഞാൻ ഒരു ഇതിന് പോയപ്പോ ഞാനത് ഓഫ് ചെയ്തിട്ട് പോയതാ. അപ്പൊ ഓണാക്കിയപ്പോ ക്യാമറ ഓൺ ചെയ്താ. ചെറുതായിട്ട് കണ്ടു, മുഴുവൻ കണ്ടില്ല. ക്യാമറ ഓഫ് ചെയ്തു. എന്താ കാണാം? ഓക്കെ, ക്ലാസ്സിൽ തന്നെ ഉണ്ടോ? ഹായ് നോക്കട്ടെ. പോയില്ലേട്ടോ? അല്ലേ പിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് മര്യാദ കാണാന്ന്. അഞ്ജിത ഹായ്, സന്തോഷം കണ്ടതല്ലേ. എന്തൊക്കെയായിരുന്നു? ക്ലാസ്സിലായിരുന്നു, വേറെ പരിപാടിയിലായിരുന്നു? ഇല്ല, ഞാനേ ഇവിടെ അടുത്തൊരു അക്ഷയയില് വർക്ക് ചെയ്യുന്നുണ്ട്. ആണോ? ഓക്കെ. അപ്പൊ അതിനിടയിലാണ് ക്ലാസ്സിലാണ്. വലിയൊരു തിയറിയാണല്ലോ പഠിക്കുന്നത് നമ്മള്, കേട്ടായിരുന്നോ? കൊറച്ചൊക്കെ പോയി. അത് ഞാൻ വേറൊരു ചേച്ചിയുടെ ചോദിച്ചാ വെച്ചിരിക്കുന്നു. ബാക്കിയൊക്കെ കവർ ചെയ്യാറുണ്ട്, എല്ലാം കവർ ചെയ്യാറുണ്ട്. ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. കണ്ടതിൽ സന്തോഷം. അന്ന് സംസാരിച്ചപ്പോ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. ഓക്കെ ചെയ്തോളൂ കേട്ടാ. താങ്ക് യു. ഓക്കെ, നമുക്കൊരു സിംബോളിക് സ്റ്റേജ് നോക്കാം. മൂന്ന് സ്റ്റേജസ് കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. സിംബോളിക് സ്റ്റേജിന്റെ പ്രത്യേകത എന്താണ്? During the stage, symbolic representation in the form of words, symbols, and other imaginary abstract phenomena take the place of motor activities and audiovisual images. Here, the child uses symbolic activities such as language and mathematics. The symbolic stage എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം. അടുത്ത സ്റ്റേജ് എന്തായിരിക്കും? അപ്പോ പ്രതിരൂപാത്മക ഘട്ടം എന്ന് മലയാളത്തിൽ പറയുന്നത് അല്ലെ. പ്രതിരൂപാത്മക ഘട്ടം. പേരുകൾ നോട്ട് ചെയ്യുന്നത് ഉപകാരമായിരിക്കും കേട്ടോ. മലയാളം നോട്ട്സ് അറിയുന്നത് നന്നാണ്. പ്രതിരൂപാത്മക ഘട്ടം, സിംബോളിക് സ്റ്റേജ്. ആ പേരിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാവും കുട്ടി എങ്ങനെയാണ് ഇൻഫർമേഷൻസ് പഠിക്കുന്നത്, കുഞ്ഞ് ലേൺ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തിലൂടെയാണ് കുഞ്ഞ് പഠിക്കുന്നത്? സിമ്പിൾസ്, വേർഡ്സ്, ഇമാജിനറി. യെസ്, സിമ്പിൾസിലൂടെ, വേർഡ്സിലൂടെ, ഇമേജിനറിയിലൂടെയാണ് കുഞ്ഞ് വേർഡ്സ് എന്താണ് അറിവ് നേടുന്നത്, ലേൺ ചെയ്യുന്നത് കുട്ടി സിമ്പിൾസിലൂടെയാണ്. ത്രൂ സിമ്പിൾസ്. അതായത് ഈ ഘട്ടത്തിലെ വാക്കുകൾ, ചിഹ്നങ്ങൾ, മറ്റ് സാങ്കല്പിക പ്രതിഭാസങ്ങൾ. അതായത് ഇമാജിനറി അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ സാങ്കല്പികമായിട്ട് ചിന്തിക്കാനൊക്കെ കുഞ്ഞിപ്പോ വലിയൊരു മല എന്നൊക്കെ പറയുന്ന സമയത്ത് കുഞ്ഞിന് അല്ലെങ്കിൽ വലിയ പൂച്ച,
വലിയൊരു ഒപ്പം എന്നൊക്കെ പറയുന്ന സമയത്ത് കുഞ്ഞിനെ അങ്ങനെ ഇമാജിൻ ചെയ്യാനായിട്ട് സങ്കല്പിക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് രൂപപ്പെടുന്നത് ഏതൊരു ഘട്ടത്തിലാണ്? ഈ ഒരു സിംബോളിക് സ്റ്റേജിലാണ്. ഓക്കെ, ഇവ രൂപപ്പെടുന്നത് പ്രതിരൂപാത്മക ഘട്ടത്തിലാണ്. പിന്നെ here the child use symbolic activities such as language and mathematics. കുട്ടികളെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് എണ്ണം പഠിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റ് ലാംഗ്വേജ് വേർഡ്സ് ഒക്കെ പറഞ്ഞു തുടങ്ങുന്നതൊക്കെ ഏതൊരു സമയത്താണ്? ഈ ഒരു സിംബോളിക് സ്റ്റേജിലാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള ലാംഗ്വേജ് ഡെവലപ്മെന്റ്സ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ രൂപപ്പെടും. കാൽക്കുലേഷൻസ് അല്ല, എണ്ണം അല്ലെ, കൃത്യമായ എണ്ണാനും 1 to 10 അല്ലെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തത് എത്ര എണ്ണമാണെന്ന് നമ്മൾ എന്തെങ്കിലും കൃത്യമായി എണ്ണയോട് കൗണ്ട് ചെയ്യാൻ പറയുള്ളൂ. കൗണ്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ ഏതൊക്കെ സീരീസ് ആണ് കണ്ടുപിടിക്കുന്നതൊക്കെ ഈ ഒരു സിംബോളിക് സ്റ്റേജിലാണ് കുട്ടികൾ ഈ അറിവ് നേടുന്നത്. ഓക്കെ, ഇനി ഞാനത് നിങ്ങൾക്ക് വളരെ ചെറുതാക്കി തരാം. ന്യൂറോ സ്റ്റേജും ചെറിയ പോയിന്റ്സ് ആക്കി പറഞ്ഞുതരാം. അതൊന്ന് നോട്ട് ചെയ്തിടുക കേട്ടോ. ഇനാക്റ്റീവ് സ്റ്റേജ് എന്താണ്, ഐക്കോണിക് സ്റ്റേജ്, നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് അല്ലല്ലോ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നത്, ഒബ്ജക്റ്റീവ് ആയിട്ടില്ല. അപ്പൊ ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞു തരാം. അപ്പൊ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഇനാക്റ്റീവ് സ്റ്റേജ്. ഇനാക്റ്റീവ് സ്റ്റേജ് എന്താണ്? ഇത് ഇതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. റെപ്രസെന്റേഷൻ ഓഫ് ഇനാക്റ്റീവ് സ്റ്റേജിന് ഹെഡിങ് കൊടുക്കാം. റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ആക്ഷൻസ്. റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ആക്ഷൻസ്. ആക്ഷൻസിലൂടെയാണ് കുട്ടി നോളജ് അറ്റൈൻ ചെയ്യുന്നത്. അതാണ് ഏത് സ്റ്റേജ്? ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ആക്ഷൻസ്. റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ആക്ഷൻസ്. നോട്ട് ചെയ്തോ? Yes, miss. യെസ്. അടുത്തത് ഐക്കോണിക് സ്റ്റേജ്. എങ്ങനെയാണ് ഐക്കോണിക് സ്റ്റേജിൽ കുട്ടി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ഇമാജസ്. റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ഇമാജസ്. റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ഇമാജസ്. അടുത്തത് സിംബോളിക് സ്റ്റേജ്. സിംബോളിക് സ്റ്റേജിൽ എങ്ങനെയാണ്? യൂസ് ഓഫ് വേർഡ്സ്, യൂസ് ഓഫ് വേർഡ്സ്, use of words and other, add, add, add other symbols, symbols, add other symbols to describe, symbols to describes, describe ചെയ്യുക, describes experiences, experiences. ഒന്നുകൂടി വായിക്കാം. സിംബോളിക് സ്റ്റേജ് ഒന്നുകൂടി വായിക്കാം കേട്ടോ. യൂസ് ഓഫ് വേർഡ്സ്, use of words and other symbols, add other symbols to describe experiences, to describe experiences. അപ്പൊ ബ്രൂണർ എന്ന ഈ കമ്മ്യൂണിറ്റി തിയറിയുടെ വക്താവ് പറയുന്നത് നമ്മുടെ ഈ സ്റ്റേജസിൽ, ഈ സീക്വൻഷ്യൽ സ്റ്റേജസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണെന്നാണ് പറയുന്നത്? സിംബോളിക് സ്റ്റേജ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. കുട്ടികളെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിംബൽസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് എന്താ? സിംബോളിക് സ്റ്റേജ്. അപ്പൊ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന തിയറിയുടെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു നിൽക്കുന്നത് ഏതാണ്? സിംബോളിക് സ്റ്റേജ് ആണ്. സിംബോളിക് സ്റ്റേജ് ഈസ് കൺസിഡർഡ് ആസ് ഹൈയസ്റ്റ് സ്റ്റേജ് ഇൻ ബ്രൂണേഴ്സ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. അദ്ദേഹത്തിന്റെ തിയറിയിൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ഏതാണ്? സിംബോളിക് സ്റ്റേജ് ആണ്. പ്രതിരൂപാത്മക ഘട്ടമാണ് ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. ഓക്കെ,
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീട്ടുവളപ്പിൽ ഒരു കുഞ്ഞ് ഒരു കോഴിയെ കാണുന്ന സമയത്ത് ആദ്യം എന്താണ്, കോഴിയുടെ ആദ്യം ശബ്ദം കേൾക്കുന്നത്, ആദ്യം കോഴിയെ ശ്രദ്ധിക്കുന്നു, പിന്നെ അതിന്റെ മൂവ്മെന്റ്സ് കുഞ്ഞ് നോക്കുന്നു, പിന്നീട് എന്താണ് അതിന്റെ ശബ്ദം കുട്ടി ഒബ്സർവ് ചെയ്യുന്നു. പിന്നീട് കോഴി എന്ന് പറയുന്ന സമയത്ത് കുട്ടിയുടെ മനസ്സിൽ ആ കോഴിയുടെ പിക്ചർ വരും. പിന്നെ എന്താണ്, കോഴിയുടെ ശബ്ദം കേട്ടാലും എന്താണ് കുഞ്ഞിനെ അത് തിരിച്ചറിയാനായിട്ടും ആ ശബ്ദം പുറപ്പെടുവിക്കാനും ആ ശബ്ദം അതുപോലെ തന്നെ അനുഗ്രഹിച്ചൊക്കെ കാണിക്കാനായിട്ട് കുട്ടിയില് എന്താണ് അത് ആ ഒരു പ്രതിഭാസമൊക്കെ രൂപപ്പെടുന്നത് ഏത് കാലഘട്ടത്തിലാണ്, ഈ മൊബിലിറ്റി ഡെവലപ്മെന്റിന്റെ സ്റ്റേജസിലാണ് അത്തരത്തിലുള്ള കണ്ടെത്തലുകളൊക്കെ കുട്ടികളില് രൂപപ്പെടുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഈ 3 സ്റ്റേജസും ക്ലിയർ ആണോ നിങ്ങൾക്ക്? Yes, miss. ക്ലിയർ ആണ്. ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുന്ന സമയത്ത് 3 സ്റ്റേജസ് നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് വായിക്കാതെ പോകരുത് നിങ്ങള്. നമ്മൾ റിവൈസ് ചെയ്യാത്തത്തോളം കാലം എന്താണ് പിന്നീട് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റ്സുകളൊന്നും തന്നെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ടെക്സ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സമയത്ത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ചുകൂടി എന്താണ് നമുക്ക് ഓർമ്മയിൽ നിലനിൽക്കും. പ്രത്യേകിച്ച് ഈ സ്റ്റേജസുകളൊന്നും തന്നെ മറന്നു പോകരുത്. ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു പോവാ. ബ്രൂണോസ് തിയറിയുടെ 3 സ്റ്റേജസ് ഏതൊക്കെയാണോ ഒന്ന് കാണാതെ പറഞ്ഞേ. ഏതൊക്കെയാണ്? സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആണ് സിംബോളിക് സ്റ്റേജസ്. ഓക്കെ, കുട്ടികള് ഇപ്പൊ ക്വസ്റ്റ്യൻ വരുന്ന എങ്ങനെയായിരിക്കും, ഇമാജസിലൂടെ കുഞ്ഞുങ്ങള് പഠനം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യുന്ന സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഐക്കോണിക് സ്റ്റേജ് ആണ് അല്ലെ? ഓക്കെ, ടച്ചിങ്ങിലൂടെ ബൈറ്റിംഗ് ഗ്രാസ്പിങ്ങിലൂടെ കുഞ്ഞ് അറിവ് നേടുന്ന ഘട്ടം ഏതാണ്? സിംബൽസിലൂടെ അല്ലെങ്കിൽ ഇമാജിനറി അബ്സ്ട്രാക്റ്റിലൂടെ കുഞ്ഞുങ്ങള് സിംബോളിക് സ്റ്റേജ് ചെയ്യുന്നത് സിംബോളിക് സ്റ്റേജ്. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ എക്സാമിന്. ഓക്കെ, പിന്നെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു തീയതി മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. മിസ്സിന്റെ ഡാൻസ് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഡാൻസ് ഒക്കെ ഇപ്പൊ കണ്ടു? സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? അടുത്ത ക്ലാസ്സിൽ സൈൻ ഇന്നും സൈൻ ഔട്ടും പഠിച്ചിട്ട് വരണോണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കോട്ട് പറയാം. കോട്ട് പറഞ്ഞതിന് ശേഷം സൈൻ ഔട്ട് ബൈ അക്ഷയ അല്ലെങ്കിൽ സൈൻ ഔട്ട് ബൈ അമൃത പറഞ്ഞ അങ്ങനെയായിരിക്കണം ക്ലാസ് അവസാനിപ്പിക്കേണ്ടത്. ദെൻ തുടക്കത്തിൽ എന്താണ് ഒരു കോട്ട് പറഞ്ഞിട്ട് സൈൻ ഇൻ ചെയ്യാം. ഇതൊക്കെ ചെയ്തിരുന്നല്ല ആദ്യം കേട്ടോ. ഓക്കെ, ക്ലിയർ ചെയ്തോളൂ. താങ്ക് യു. Thank you, miss. Thank you. Thank you.